ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോണത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതൊന്നല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ധർമ്മസ്ഥലയിൽ നടക്കുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ 2-3 ദിവസമായി ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് വെറുതെ വിട്ടു. പിന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്തത്. ഞാൻ ഇന്നേ വരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല. എൻ്റെ ചാനലിലൊരു ന്യൂസ് വീഡിയോസോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. 1-2 വ്ളോഗുകൾ ഇട്ടിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനും ആയിട്ടില്ല. അപ്പോൾ അതിന് മാത്രം വ്യൂസ് എല്ലാം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീഡിയോസ് തന്നെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയുന്നില്ല, എത്ര പേര് സ്കിപ്പ് ചെയ്ത് പോകുന്നെന്ന് അറിയില്ല. അപ്പോൾ ഒന്നാമത് ഞാനിത് ചെയ്യാൻ കാരണം, ഞാൻ കർണാടകയിൽ കുടകിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കർണാടക ഗവൺമെൻറ് അത് എത്ര അധംപതിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു രീതി കൊണ്ട് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഈ വീഡിയോ എനിക്ക് പേഴ്സണലായിട്ട് കുറേ ദിവസം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സൗജന്യ കേസ് ഞാൻ എപ്പോഴും കന്നഡ ന്യൂസിൽ നോക്കും. കന്നഡ ന്യൂസ് പറഞ്ഞാൽ കന്നഡ ന്യൂസ് ചാനലല്ല, കന്നഡയിലുള്ള യൂട്യൂബ് കുറച്ച് ബ്രദേഴ്സ്മാരുണ്ട്, അവരെപ്പോഴും വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോസ് നോക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ ചാനൽ തന്നെ ഉണ്ടാവില്ല, ആ വീഡിയോ തന്നെ അതിലുണ്ടാവില്ല. അങ്ങനത്തെ എല്ലാം ഒരു റൗഡിസം നടക്കുന്ന പോലെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുള്ളത്. അപ്പോൾ എനിക്കിത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് നന്ദി പറയാനുള്ളത് നമ്മുടെ കേരളത്തെ ന്യൂസ് ചാനലുകൾക്കാണ്. കേരളത്തെ കുറച്ച് ന്യൂസ് ചാനലുകൾ വന്നിട്ട് നമ്മളെ കർണാടകയിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്ത് അവരാണ് ഇത് ഏറ്റവും കൂടുതൽ ഒരു കുറച്ച് ന്യൂസ് ആക്കുന്നുള്ളത് അവരാണ്. കേരളത്തിലുള്ള ന്യൂസ് കാണുന്നത് ഞാൻ അതുകൊണ്ടാണ് സത്യം പറഞ്ഞത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നാഷണൽ ന്യൂസ് ചാനലിലാവട്ടെ കേരള ന്യൂസ് ചാനലിലാവട്ടെ ഇതിനെക്കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കർണാടകയിൽ കന്നഡ ന്യൂസ് ചാനലുകളുണ്ട്, ഒരു ന്യൂസ് ഇന്നേ വരെ അതിൽ വന്നിട്ടില്ല. TV9 പബ്ലിക് TV ഇങ്ങനത്തെ ന്യൂസ് ചാനലുകളുണ്ട്, ഇതിലൊന്നും ഒരു ന്യൂസ് നമ്മൾ കണ്ടിട്ടില്ല. കർണാടകയിലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ടെന്നല്ലാണ്ട് ഒരാളും ഇതിനെക്കുറിച്ച് വീഡിയോസും ചെയ്യുന്നില്ല. ഇവിടെ ആർക്കും അതിനെക്കുറിച്ച് ഒരു കെയർ ഇല്ല, ആരും അതിനെക്കുറിച്ച് അത്ര വലിയതായിട്ടൊരു പബ്ലിസിറ്റി ചെയ്യുന്നില്ല. പക്ഷെ ഇത് കേരളയിലാണെങ്കിൽ ഇത് വലിയൊരു ഇഷ്യൂ ആവുന്നുണ്ടായിരുന്നു. ഇതൊരു കാര്യമൊന്നല്ല, നമ്മുടെ കർണാടകയിൽ എന്തൊക്കെ തന്നെ നടന്നാലും ഭൂമി കുലുക്കുണ്ടായാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. പൈസ ഉള്ളവർക്ക് മാത്രമേ വിലയുള്ളൂ, പൈസ ഇല്ലാത്തവർക്ക് ഇവിടെ വില ഉണ്ടാവില്ല. പൈസ ഉള്ളവർക്ക് ഇവിടെ എന്ത് വേണമെങ്കിൽ ചെയ്യാന്നുള്ളൊരു പോളിസി ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ പോലെയുള്ള അങ്ങനത്തെ പാവപ്പെട്ടവർ, ഇപ്പം ഞാൻ ധർമ്മസ്ഥലയിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ കുടകിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നല്ല, നമ്മുടെ കുടകിൽ നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും. നമ്മളറിയപ്പെടുന്നത് അത് സൂസൈഡ് ചെയ്തെന്ന് അറിയപ്പെടുന്നുള്ളത്. ഇവിടെ അല്ലാണ്ട് തന്നെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും പോലും ആരും ഇതിനെക്കുറിച്ച് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാറില്ല. ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇതിനൊരു കേസ് എടുക്കുക, കംപ്ലൈൻറ്റ് ആക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. ഇത് കേരളത്തിലാണെങ്കിൽ ഇത് വലിയൊരു ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. ഇത് എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ TV ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറയും, കേരളം ഭയങ്കര വേസ്റ്റ് നാടല്ലേ, കേരളത്തിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് അങ്ങനെ പറയാം, കേരളം ഭയങ്കര വേസ്റ്റ് നാടല്ലേ, അവിടെ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ. അപ്പോൾ അവരെന്നോടൊരു വാക്ക് പറഞ്ഞു, കർണാടകയിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്, പക്ഷേ കേരളത്തിലുള്ളതുപോലെ ആൾസ്വാധീനം ഇല്ല, കേരളത്തിലുള്ളതുപോലെ ന്യൂസ് ആക്കലോ അല്ലാണ്ട് ഒരു പോലീസ് കണ്ടുകൊടുത്താലോ അങ്ങനെയുള്ള ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ആര് കൊല്ലപ്പെട്ടാലും ഇവിടെ പറയുക സൂസൈഡ് ചെയ്തെന്നേ പറയുള്ളൂ. അതാണ് നമ്മുടെ നാട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മുടെ കർണാടകയിലെ ന്യൂസ് ചാനലുകൾ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല? നമ്മുടെ കർണാടകയിലെ ന്യൂസ് ചാനലുകൾ ആരെയാണ് പേടിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നുള്ളത്. നമ്മുടെ ഗവൺമെൻറ് ഇല്ലേ ഭയങ്കര പൂറാണ്, ആരും പേടിച്ച് ജീവിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇവിടെ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും തന്നെ ഒരു ഭൂമി കുലുക്കം ഇവിടെ ഉണ്ടാവാൻ പോണില്ല. ഇവിടെ ആർക്കും ഈ പാവങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഒന്നും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പോളിസി. അപ്പം നമ്മൾ ചെറുതിൽ ധർമ്മസ്ഥല പോയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. ടൂറ് പോയത് കേട്ടോ, സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ആണെങ്കിലും പോലും നമ്മുടെ മക്കളെ സ്കൂളിൽ നിന്ന് അവിടേക്കൊക്കെ ടൂർ കൊണ്ടുപോകാറുണ്ട്. അപ്പം നമ്മുടെ മക്കളാണെങ്കിൽ പോലും പോയാൽ തിരിച്ചു വരണ്ട. നമ്മൾ തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ തന്നെ നമ്മളെങ്ങനെ പോയാൽ അവിടെ അന്വേഷിക്കാൻ പറ്റൂ? ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവും. അപ്പോൾ സ്കൂളിൽ നിന്ന് ടൂറിലേക്കൊക്കെ വിട്ടാൽ എങ്ങനെ അങ്ങോട്ടേക്ക് വിടാൻ പറ്റൂ? ഇതെന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മുടെ കർണാടകത്തിൽ മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു ധർമ്മസ്ഥലം ഒരു മിനി പാകിസ്ഥാൻ പോലെ അവിടെയുള്ള ആൾക്കാരുടെ ഓരോരോ ഇപ്പം മലയാളം ന്യൂസിലാണെങ്കിൽ ശരി, കന്നഡ യൂട്യൂബ് ചാനലെടുത്ത് കന്നഡ മനസ്സിലാവുന്നവർക്ക് നോക്കിയാൽ മനസ്സിലാവും. കന്നഡ യൂട്യൂബേഴ്സ് ഓരോരോ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അത് മിനി പാകിസ്ഥാൻ പോലെ അവിടെ എന്താ പറയുക, മൊത്തം അവരുടെ ഭരണം, അവരെന്ത് പറയണം അത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ എന്ന്. ഇന്ന് ഇവരൊന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലാത്ത പോലെയുള്ള അങ്ങനത്തെ ഒരു നാട്ടിലാണ് അവർ ജീവിക്കുന്നത്. അവിടെ കുറേ ആൾക്കാർ അങ്ങനെയാണല്ലോ,
ഒരു അതുമല്ലാണ്ട് ധർമ്മസ്ഥല സംഘം ഉണ്ട്, അതൊന്നും ഒരുപാട് ലോണും കാര്യങ്ങളും എടുത്തിട്ട് അതിൻ്റെ കുറേ ഇഷ്യൂ. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വീഡിയോ ഞാനിത് അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ എന്ത് പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കർണാടകയിലുള്ള ന്യൂസ് ചാനലുകൾ എന്തുകൊണ്ട് ഇത് പബ്ലിസിറ്റി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഇത് ന്യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറേ പബ്ലിസിറ്റി ആവും എന്ന് പറഞ്ഞിട്ടല്ല. ഇത് 4 പേർക്കാണെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു 4 പേരാണെങ്കിലും കാണുമല്ലോ, ഇത് ആരും അറിയാത്തത് പോലെയാണ് ഇത് വെച്ചോണ്ടിരിക്കുക. ആരും അതിനെ ഒരു സീരിയസ്നെസ് ആയിട്ട് എടുക്കുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു 4 പേരാണെങ്കിൽ ഇത് കാണൂലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നമ്മുടെ എന്തുകൊണ്ടാണ് ഇത് പബ്ലിസിറ്റി ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ് ഇത് എത്രയോ സ്ലോ ആയിട്ട് പോകുന്നുള്ളത്, അതെന്താ നമ്മുടെ കർണാടകയിലായത് കൊണ്ടല്ലേ. കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ നിന്നല്ല വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലാണെങ്കിൽ ഇതൊരു പക്ഷേ സ്പീഡായിട്ട് പോയേനെ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചേനെ. നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഇതിങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഷെയർ ചെയ്താലും ഒരു 4 പേരാണെങ്കിൽ കാണുമല്ലോ. നമ്മുടെ കൊടക് ഒരു മിനി കേരള പോലെ തന്നെ. കാരണം എന്ന് വെച്ചാൽ എല്ലാം മലയാളം സംസാരിക്കുന്നവരുള്ളൂ. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ വ്ളോഗ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ മലയാളം സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ വ്ളോഗ് ചെയ്യണമെന്ന് തോന്നി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കന്നഡ വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതും മലയാളത്തിലായതുകൊണ്ട് ഞാൻ മലയാളം വ്ളോഗ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് കാണുന്നവരെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റസ് പോലും നമ്മുടെ നാട്ടിൽ ആരും ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ വീഡിയോ നീട്ടിക്കൊണ്ടുപോയിട്ട് ഇത് കുറേ വലുതാക്കണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് അത്ര തന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് നന്ദി. ഒന്ന് കേരള ന്യൂസ് ചാനൽ, ഞാൻ മലയാളം നോക്കുന്നതുകൊണ്ടായിട്ട് എനിക്കിപ്പോൾ അത് അറിയുന്നത്. കേരളം എന്നല്ല, നമ്മുടെ കർണാടകയിൽ വിട്ടിട്ട് പുറത്തുള്ള എല്ലാ ന്യൂസ് ചാനലുകളും ഇതിനെക്കുറിച്ച് ന്യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം നമ്മുടെ കർണാടക ന്യൂസ് ചാനലുകൾ അങ്ങനെ ഇരിക്കട്ടെ, എത്ര ദിവസം അങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ഇഷ്യൂസും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ടാറ്റാ.